മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങളിത് കണ്ടില്ലേ? ഇവൻ നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നതിലെ വളരെ വളരെ പ്രധാനിയാ. ഒരാൾ മരണപ്പെട്ടാൽ അതിനെ തൂക്കി വിറ്റ് തിന്നാൻ സാധിക്കുമോ? ഇവന് സാധിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് മീഞ്ച സ്വദേശിയായിട്ടുള്ള ഒരു നാരായണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവൻ നടത്തിയ കോപ്രായം നിങ്ങളൊക്കെ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരാൾ മരണപ്പെട്ടാൽ അതുപോലും പൊക്കിപ്പിടിച്ച് വന്നിട്ട് ഭിന്നിപ്പും വിദ്വേഷവും എങ്ങനെയാ ഇത്രത്തോളം ഒരു മനുഷ്യന് കുത്തി നിറയ്ക്കാൻ സാധിക്കുന്നത്? ലളിതമായ ചോദ്യ. ഒരു മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് അതായത് ജനപ്രതിനിധിയാ, അല്ലാണ്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും സെക്രട്ടറി ഒന്നുമല്ല. ഒരു ജനപ്രതിനിധി ഒരു ഹിന്ദുവിനെ സഹായിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയെ സഹായിച്ചാൽ അപ്പം ഇവരൊക്കെ ഇളകി വന്നിട്ട് ഹിന്ദുവിനെ, RSSകാരനെ, ഇനി ക്രിസ്ത്യാനി മരണപ്പെട്ടാലും അതേപോലെയാണോ ഇവൻ വിളിച്ചു പറയാ? ഒരു ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടൊരു ആരുമില്ലാത്തൊരു സാധാരണക്കാരൻ മരണപ്പെട്ട സമയത്ത് ചിതയൊരുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ കൊണ്ടുവന്നിട്ട് ഞാനാണ് എല്ലാം അങ്ങ് പുഴുങ്ങിയത് എന്നൊക്കെ പറയുന്ന ആ വനിതാ ലീഗ് നേതാവ് ഉൾപ്പെടെ ഇവരൊക്കെ നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നവരാ. ഒരർക്കും വേണ്ട. സേവാഭാരതിയാണ് ചിതയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് സകലതും ചെയ്തത്. അതിൽ ഫോട്ടോഷൂട്ട് നടത്തുക ഉളുപ്പില്ലാതെ വനിതാ ലീഗ് നേതാവ്. ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ. എന്നാൽ ഈ ഫോട്ടോ പൊക്കി പിടിച്ച് ഇവിടെ മത ഐക്യത്തെ തകർക്കുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ അതിനോട് ആദരം, അത് ഏത് മത ആയിക്കോട്ടെ. ഈ പറയുന്ന അൻസാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ മനുഷ്യത്വം പറയും. അതാണ് മനുഷ്യർ. പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല. അതിലെ മതം നോക്കും, സംഘടന നോക്കും. ഇവർ RSS മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണോ എന്ന് നിരന്തരം പറയുന്നവരൊരുത്തരാണ്. RSSനെ നിരന്തരം എതിർത്ത്, RSSനെതിരെ നിരന്തരം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ RSSനെ വലിയ രീതിയിൽ മോശമാക്കുന്നതിൽപ്പെട്ട പ്രധാനിയ. RSS ചെയ്ത എന്ത് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെയും കുരക്കുന്നത്? ഇവന് ജീവിച്ച് തിന്നു പോണം. ഒരൊന്നിനല്ല. RSS ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ഇവൻ വിളിച്ചു പറയും മുസ്ലിം വിദ്വേഷം എന്ത് വിദ്വേഷം? ഈ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടപ്പോൾ പോലും വിദ്വേഷവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത് ഇവനെ പോലെയുള്ള ആളുകളല്ലേ. AP സമസ്തയുമായി ബന്ധപ്പെട്ട് കൈകോർത്താണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. AP സമസ്തയോടും AP ഉസ്താദിനോടൊക്കെ ഒരുപാട് ആദരവ് വെച്ച് പുലർത്തി പോകുന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടെ. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ ഒപ്പം എത്തിയിട്ട് ഈ രാജ്യത്തെ സത്യാവസ്ഥയെ AP ഉസ്താദ് വിളിച്ചു പറഞ്ഞിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സമാധാനത്തിലാണ്, ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞതിന്, ആ സത്യം പറഞ്ഞതിന് AP അബൂബക്കർ മുസ്ലിയാരോടൊക്കെ എല്ലാവർക്കും ആദരവുണ്ട്. AP സംസ്ഥക്കാരോട് പറയാനുള്ളത്, ഇത്തരം നിറകെട്ടവനെ കെടുത്ത് ആറ്റിലിറങ്ങിയിട്ടില്ലെങ്കിൽ സമസ്തക്ക് പോലും അപമാനമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരാൾ മരണപ്പെടുമ്പോൾ അതിനെ തൂക്കി വിൽക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ഇത്തരം നിറികെട്ടവന്മാരോട് പറയാനുള്ളത്, അതിനെ തൂക്കി വിൽക്കാൻ നിൽക്കരുത്. സേവാഭാരതിയാണ് സകലതും ചെയ്തിട്ടുള്ളത്. സേവാഭാരതി ചെയ്യുന്നത്, അതായത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ സേവാഭാരതി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വനിതാ നേതാവ് ചിതയൊരുക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കഷ്ണം മരമെടുത്ത് പിടിച്ചതിന്, ഒരു കഷ്ണം വിറക് കൊള്ളി എടുത്ത് പിടിച്ചതിന് എന്തൊക്കെ ഇത്തരം നിറികെട്ടവന്മാരാണ് കേട്ടോ നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇതൊരു CPMകാരനോ ഒരു കോൺഗ്രസുകാരനോ ഒരു BJPക്കാരനോ ആയിരുന്നു ആ ഒരു ഈ പറയുന്ന മരത്തിന്റെ ഒരു കഷ്ണം വാങ്ങിയത് എങ്കിൽ ഇതുപോലെ ഇവിടെ ഒരു വർഗീയത ഉണ്ടായി. ഇത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ചെയ്തപ്പോഴേക്കും അവിടെ മുസ്ലിമായി, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, RSS ആയി, അത് പ്രചരിപ്പിക്കാൻ ഇത്തരം നിറികെട്ടവന്മാരായി. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്സ് അപകടമായിക്കൊണ്ടിരിക്കുക. ദിനം പ്രതി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തനം വളരെ അപകടകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിലും ഒരു വനിത ഈ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ ജയിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു സഹായം ചെയ്താൽ അതിൽ മതം നോക്കി ആളെത്തുമോ? ഞങ്ങൾ അങ്ങ് ഉലത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വരൂ. സകല മലയാളികളും തിരിച്ച് സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് ഇതിന് സകലതും ചെയ്തു കൊടുത്തൊരു വ്യക്തി
ഈ ഈ അൻസാരിയൊക്കെ കേട്ട് പഠിക്കണം ഇതൊക്കെ. ഒന്ന് കേട്ടു നോക്കൂ. വരുമ്പോൾ ഇർഫാൻ ഇക്ബാൽ അല്ലാതെ ചെകുറുപാതേൻ്റെ മെമ്പർ കൂടാതെ ഒരു 4 പേര് ഇവിടെ ബോഡി സമയത്ത് ആംബുലൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ സേവാഭാരതിൻ്റെ കണക്കിൽ ഞങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തതാണ്. ഞാൻ വന്നിട്ട് മറ്റേ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി. ഞാൻ തലൻ്റെ അവിടെ പിടിച്ച് ഡ്രൈവർ കാലിൻ്റെ അവിടെ പിടിച്ച് ഇറക്കിയിട്ട് ശ്മശാനത്തിൻ്റെ സിലിക്കോൺ ബോക്സിൽ ദഹിക്കാനുള്ള വെച്ച ശേഷം ഞങ്ങൾ എല്ലാവർക്കും അതിൻ്റെ മോൾക്ക് മറ്റേ വിറക് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2-3 വെച്ചിട്ടാകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ആണുങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ഓരോരോ കഷ്ടം വെച്ചു. അപ്പോൾ ഇർഫാനിൻ്റെ ഭർത്താവ് ഇക്ബാൽ ഇർഫാനിനോട് പറഞ്ഞു, നീ ഒരു വിറക് എടുത്തോന്നു. അങ്ങനെ വിറക് പിടിക്കുന്നതും അവരൊരു ഫോട്ടോ എടുക്കുന്നതും വിറക് വിറക് വെച്ചിട്ടുണ്ട്. പക്ഷെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് വിറക് വെച്ചത്. അത് വെച്ച് എല്ലാം വിറക് വെച്ച ശേഷം അയാൾ പിന്നെ തീ കൊളുത്തണമല്ലോ. നമ്മുടെ സമ്പ്രദായത്തിൽ രണ്ട് ചൂട്ട കാലിൻ്റെ അടുക്ക് തലക്ക് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂട്ട് വെച്ചത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ചൂട്ട് ഞാൻ കത്തിച്ചു. കാലിൻ്റെ അവിടെ അതിൻ്റെ മറ്റേ സിലിക്കൺ ബോക്സിന് ചേമ്പറിൻ്റെ അടിയിൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ഓല വെച്ചിട്ടുണ്ട്. ആ ഓലക്ക് ഞാൻ തീ കൊടുത്തിട്ട് തീ കത്തിച്ച ശേഷം പിന്നെ തലേൻ്റെ അവിടേക്ക് വരണം. തലേൻ്റെ അവിടേക്ക് അപ്പോൾ ആ തീ വെച്ച ചൂട്ട് അവിടെ ഉണ്ട്. ആ ചൂറ്റനെ ഇർഫാന ഇക്ബാൽ പിടിച്ചു. ഇക്ബാൽ അതൊരു ഫോട്ടോ എടുത്തു. ഞാനത് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തലേൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ ഈ ചൂട്ട പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഈ സമ്പൂർണ്ണ മറ്റേ ദഹന വരെ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ നാരായണൻ്റെ ശവദാനത്തിൻ്റെ എല്ലാ ചെലവും എല്ലാ സേവാഭാരതി മംഗൽപാടിയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു മരത്തിൻ്റെ വിറകിൻ്റെ കഷ്ണം വെച്ചതും ഞാൻ കത്തിച്ച ചൂട്ടനെ ഒന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തതും അല്ലാതെ ഈ ഇവിടുത്തെ സംസ്കാരത്തിൽ ഓരോ വലിയൊരു പങ്ക് ഒന്നുമില്ല. എല്ലാ സേവാഭാരത്തിൻ്റെതാണ് ഇത്. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയും, ഞങ്ങളാണ് സകലതും ചെയ്തത്. ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒരു മരക്കഷ്ണം പിടിച്ചവർ അതിന് അവർ സമ്മതിച്ച് എല്ലാ രീതിയിലും അവർ സഹകരിച്ചു. സേവാഭാരതിയാണ് സകലതും ചെയ്തിട്ടുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തല്ല ഇതൊക്കെ മതം നോക്കി ചെയ്ത് മതം നോക്കി വിളിച്ചു പറയലാണോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം? ലളിതമായ ചോദ്യം. സേവാഭാരതി സകലതും ചെയ്തു, സകലതും. അവരെവിടെയും കൊട്ടിയോശിൽ ഒരു മരത്തിന്റെ ഒരു കഷ്ണം പിടിച്ചപ്പോഴേക്കും ഞാനാണ്. എന്തൊരു നിറികേടാണ്, എത്ര നിറികേടാണ്. ഒരാൾ മരണപ്പെട്ടാൽ അതിനോടൊരു ആദരവ് പ്രകടിപ്പിക്കണം മനുഷ്യനാണെങ്കിൽ. ഒരാൾ മരണപ്പെടുമ്പോഴേക്കും എന്തിലാണ് പ്രവർത്തിച്ചത്? ഇവിടെ RSS ഒക്കെ ഇവനൊക്കെ എന്തെങ്കിലും പിടിച്ച് ഈ രാജ്യം ഭരിക്കുന്നത് RSS ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. 3-ാം ടേമിലെത്തി നിൽക്കുന്നത് RSS ഭരിക്കുന്ന രാജ്യത്ത് നിന്ന് RSSനെതിരെ എന്തും വിളിച്ചു പറയുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട, അതിന് പോലും സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത്. നിയമപരമായിട്ട് ഈ അൻസാരിക്കെതിരെയൊക്കെ കേസെടുക്കാൻ സാധിക്കും. RSS എന്ന സംഘടനക്കെതിരെ നിരന്തരം ഇല്ലാ കഥ പാടി നടക്കുന്നതിന്. കേരളത്തിൽ RSSനെതിരെ ഇല്ലാ കഥ പറയുന്നതിലെ പ്രധാനിയാണ് ഈ അൻസാരി എന്നൊക്കെ പറയുന്നത്. ഇല്ലാ കഥ നിങ്ങൾ കണ്ടില്ല? ഒരു മരണപ്പെട്ടപ്പോഴേക്കും അതിൽ പോലും മതം കുത്തിക്കയറ്റിയിട്ട് ഇവനൊക്കെ ഒരു അപകടമാണ്. ഈ അൻസാരി എന്നൊക്കെ പറയുന്നവൻ ഈ നാടിന്റെ അപകട. സാധാരണക്കാരായ എല്ലാ മുസ്ലിങ്ങളോടും പറയാനുള്ളത്, ഇവനൊക്കെ ഈ നാടിന്റെ ഐക്യം തകർക്കും. മുസ്ലിങ്ങൾ വേണം ഇവനെയൊക്കെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ. എന്തിനാണ് ഒരാള് മരണപ്പെടുമ്പോ അതിൽ വന്നിട്ട് ഊറ്റി തിന്നാൻ ശ്രമിക്കുന്നത്? സകല മലയാളികളും ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഇവനൊക്കെ ഒറ്റപ്പെടുത്തി പുച്ഛിച്ച് തള്ളണോ? ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത് ഈ നാട്ടിൽ? ഈ നാടിന്റെ ഐക്യമല്ലേ ഇവരൊക്കെ തകർക്കുന്നത്? സേവാഭാരതി ചെയ്യുന്നത് ഒരാളോട് കൊട്ടിഘോഷിക്കുന്നില്ല, ഒരാളോട് പറഞ്ഞറിയിക്കുന്നില്ല. സേവാഭാരതി നാടിന് സേവനം ചെയ്യുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്. അതവർ കൊട്ടിഘോഷിച്ചറിയിക്കുന്നില്ല. ഇനി അൻസാരിയൊക്കെ പേടിച്ച് അവരൊരു പരസ്യവും ചെയ്യണോ? ഈ നാടിനെ അപകടാവസ്ഥയിലേക്കാണ് ഈ നിറകെട്ടവനൊക്കെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക.